സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 40ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ കംപ്ലീറ്റ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി പഠിക്കുക, നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. ഈ ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗിന്റെ ബേസിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ ആൾക്കാരും ഇൻട്രാഡേ ട്രേഡിംഗിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. കുറേയധികം ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് പേര് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് പേര് ലോസും ബുക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും വളരെയധികം എനർജറ്റിക് ആയിട്ട്, എക്സൈറ്റഡ് ആയിട്ട്, എന്തൂസിയാസത്തിനോട് കൂടി എല്ലാവരും പഠിക്കുന്നത് കാണുമ്പോൾ വളരെ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോയിന്റിൽ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ലോങ് ടേമിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. അപ്പോൾ അതിലേക്കുള്ള ജേർണിയിൽ ഒരു ടൂളായിട്ട്, ഒരു വളരെ സ്ട്രോങ് ടൂളായിട്ട് നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ചെയ്യുമ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് മുന്നിലേക്ക് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ്, ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ നാച്ചുറലി അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഓപ്ഷൻസിലെല്ലാം ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് തുടങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓപ്ഷൻസ് എന്ന് പറയുന്ന ടൂള് വളരെയധികം വോളറ്റൈൽ ആണ്. ഒരു ദിവസം തന്നെ വളരെ പെട്ടെന്ന് കുറേയധികം മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് അവിടെ കുറേയധികം പൈസ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുറെ ക്യാപിറ്റൽ നഷ്ടമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ്സ് സെക്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇൻട്രാഡേ ട്രേഡിംഗിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത്? നിങ്ങൾ അറിയേണ്ട 7 ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 7 ടിപ്സ്, ലെസൺസ് എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ട്രേഡേഴ്സുമായിട്ടും പല ബിഗിനേഴ്സ് ആയ ട്രേഡേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ഞാൻ അവരെ ഫോൺ വിളിച്ചൊരു സർവേ നടത്തി. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഇൻപുട്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗിൽ ലോങ് ടേമിൽ സക്സസ്ഫുൾ ആകാനുള്ള ടിപ്സ് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരിക്കലും ഇവിടെ പിച്ച് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിംഗിൽ പ്രോഫിറ്റബിൾ ആകാനുള്ള ടിപ്സ് അല്ല, എന്നാൽ സക്സസ്ഫുൾ ആകാനുള്ള ടിപ്സ് ആണ്. നിങ്ങൾക്ക് ലോങ് ടേമിൽ വേണ്ടത് ഒരു വിന്നിംഗ് മൈൻഡ് സെറ്റ് ആണ്, അല്ലാതെ ഒരു പ്രോഫിറ്റ് മൈൻഡ് സെറ്റ് ആയിരിക്കരുത്. വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നൊരു ക്രാഫ്റ്റ് മാസ്റ്റർ ചെയ്യൽ എന്നുള്ളതാണ്. ലോങ് ടേമിലേക്ക് അത് പഠിച്ച് അതിലൂടെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകണം എന്നുള്ളതാണ്. ലോങ് ടേമിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അല്ലാതെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ പൈസ 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 എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് എല്ലാ ദിവസവും പ്രോഫിറ്റബിൾ ആകണം എന്നുള്ള ഒരു പ്രോഫിറ്റ് മൈൻഡ് സെറ്റ് ആയിരിക്കരുത് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഈ വീഡിയോയിൽ പറയേണ്ടത്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രം ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുകയോ അത് ആവശ്യപ്പെടുകയോ ചെയ്യുന്നതല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കൊരു ഹബ് ആൻഡ് സാറ്റലൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മൾ ലോങ് ടേം ട്രേഡിംഗിലേക്കും കുറച്ച് മാറ്റി വെക്കണം, സ്വിംഗ് ട്രേഡിംഗിലേക്ക് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിയുന്നതാണ്. അല്ലാതെ മുഴുവൻ ക്യാപിറ്റലിനെ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗിലേക്ക് ഇടേണ്ടതില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. ഇൻട്രാഡേ ട്രേഡിംഗിൽ ലോങ് ടേമിൽ സക്സസ്ഫുൾ ആകാനുള്ള 7 ടിപ്സ് മനസ്സിലാക്കാനായിട്ട്. The name is sharique.samsudheen. Welcome to fundfolio. അപ്പൊ ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലേൺ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഇൻട്രാഡേ ട്രേഡിംഗ്. അതായത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ആ ഒരു മേഖലയെ പറ്റി, അതിന്റെ ടെക്നിക്കാലിറ്റീസിനെ പറ്റി, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. ഇതൊരിക്കലും ഒരു ടിപ്പായി പറഞ്ഞു തരേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. എന്നാൽ ആ സർവേ നടത്തിയപ്പോൾ എനിക്ക് അതാണ് മനസ്സിലായത്. അതായത് 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ള പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ ഇതുവരെ ഇതിനെ ടെക്നിക്കലി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണിത്, ഇതിനുള്ളിലുള്ള ടെക്നിക്കാലിറ്റീസ് എന്താണ്, ചാർട്ട്സ് എന്താണ്, ക്യാൻഡിൽസ് എന്താണ്, പാറ്റേൺസ് എന്താണ്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ എന്താണ്, ഇതൊന്നും പഠിക്കാതെ വെറുതെ മാർക്കറ്റിലേക്ക് വരും, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യും, ഒരു സ്ട്രോങ് മാനദണ്ഡവും ഇല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യും, അതിൽ വെറുതെ ഒരു ഗസ് ചെയ്യും, ഇതൊന്ന് മുകളിലേക്ക് പോകുമായിരിക്കും, അല്ലെങ്കിൽ ഇത് താഴേക്ക് പോകുമായിരിക്കും എന്ന് പറഞ്ഞ് വെറുതെ കണ്ണും പൂട്ടി ഒരു ട്രേഡ് എടുക്കുന്ന കുറെ പേര് എനിക്ക് കാണാൻ പറ്റി. അപ്പൊ അത് വളരെയധികം അലാമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും ഷോർട്ട് സെല്ലിംഗ് എന്നൊരു കോൺസെപ്റ്റ് പോലും അറിയില്ലായിരുന്നു 1-2 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്. അപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടി പറയുന്നത് എന്താന്ന് വെച്ചാൽ, അത് ട്രേഡിംഗ് ആണെങ്കിലും ജീവിതത്തിലെ എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനെപ്പറ്റി നന്നായി പഠിച്ചുകൊണ്ട് അതിന്റെ മാക്സിമം റിസോഴ്സസും മെറ്റീരിയൽസും നമ്മൾ കണ്ടെത്തി അത് വായിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും പഠിച്ചുകൊണ്ട് മാത്രം ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ വീഡിയോ കാണുന്നവർ എത്ര പേരാണെങ്കിലും നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ജേർണിയുടെ ഭാഗമാണല്ലോ, ഫണ്ട് ഫോളിയോയുടെ ഭാഗമാണ്. അപ്പോൾ പ്രോബബ്ലി ഇത്ര വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്.
ഉണ്ടാകും. ഓൾറെഡി ഇത് പഠിക്കാനായിട്ട് നിങ്ങളൊരു മനസ്സ് കാണിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്കൊരു വളരെ വലിയ കൺഗ്രാറ്റ്സ് എനിക്ക് പറയണമെന്നുണ്ട്. സെക്കൻഡ് ടിപ്പ് പറയുന്നത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയും മറ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജീസും ഒരിക്കലും 100% വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള മിത്താണ്. അതായത് ഇങ്ങനെയുള്ള പഠിക്കുന്ന ലെസൺസ് കാണുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള മെറ്റീരിയൽസ് വായിക്കുമ്പോൾ ഇതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പലതും വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ബിഗിനേഴ്സ് ആയ ട്രേഡേഴ്സിന് ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം എന്തായാലും വർക്ക് ചെയ്യും. അപ്പൊ ഇതിന്റെ ബേസിസിൽ വലിയ ക്യാപിറ്റലിൽ ട്രേഡ് എടുക്കാം, നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല, 100% വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകാറുണ്ട്. ഇതിന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരിക്കലും ഇത് 100% ഇൻഡിക്കേഷൻ തരില്ല. നമുക്ക് ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ് എടുക്കാനായിട്ടുള്ള ചില ടൂൾസ് മാത്രമാണ് ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും മറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്ട്രാറ്റജിയും ഒരിക്കലും എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. ഇവിടെ തന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് അവരുടെ എക്സ്പെക്ടേഷൻസ് കറക്റ്റായി സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും ഇത് 100% വർക്ക് ചെയ്യുമെന്നുള്ള എക്സ്പെക്ടേഷനോട് ചെയ്തുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല എന്ന് കാണുമ്പോൾ ഇവർ കംപ്ലീറ്റ്ലി ഇൻട്രാഡേ ട്രേഡിങ്ങിനും ടെക്നിക്കൽ അനാലിസിസിനും ഇൻഡിക്കേറ്റേഴ്സിനും എഗൻസ്റ്റ് ആവുകയാണ്. അങ്ങനെ ഇവരാണ് മാർക്കറ്റിൽ നടന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ഒരിക്കലും വർക്ക് ചെയ്യാത്ത സാധനമാണ്, സ്റ്റോക്ക് മാർക്കറ്റ് പറ്റിപ്പാണ്, ഗാംബ്ലിംഗ് ആണ് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് കറക്റ്റായി സെറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വരിക. മൂന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ്. അതായത് നിങ്ങൾ ട്രേഡിംഗിൽ കോൺഫിഡന്റ് ആകുന്നത് വരെ, നിങ്ങൾ സ്വന്തമായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആകുന്നത് വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ അഫോർഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. അത് പലർക്കും പല എമൗണ്ട് ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എക്സ്ട്രീം തുടക്കക്കാരാണെങ്കിൽ, സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5000 രൂപയോ 10000 രൂപയോ ഇനിയല്ല 2000-1000 രൂപ വെച്ച് ചെയ്യുന്നവരെ വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ നഷ്ടപ്പെടുന്ന എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ഇനി ഇത് നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ അത് ഈ ഒരു സംഭവം പഠിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫീസായിട്ട് മാത്രം കാണാൻ, അങ്ങനെ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ ഒന്നുകൂടി എംഫസൈസ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ അഫോർഡ് ചെയ്യുന്ന എമൗണ്ട് മാത്രം നിങ്ങൾ ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കുക. ആരുടെ കയ്യിൽ നിന്നും കടം എടുത്തുകൊണ്ട് ക്യാപിറ്റൽ കൊണ്ടുവരാതിരിക്കുക. നാലാമത്തെ പോയിന്റ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഡോണ്ട് ട്രേഡ് ബേസ്ഡ് ഓൺ അതേഴ്സ് കോൾസ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് യൂട്യൂബിലാണെങ്കിലും ടെലഗ്രാമിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും പലരും 100% വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി വർക്ക് ചെയ്യുന്ന കോൾസ് എന്ന് പറഞ്ഞിട്ട് ടിപ്സ്, ഇൻട്രാഡേ ടിപ്സ്, ഈ ഒരു സ്റ്റോക്ക് ഇത്ര രൂപക്ക് വാങ്ങിച്ചോ, ടാർഗറ്റ് ഇത്ര വെച്ചോ, സ്റ്റോപ്പ് ലോസ് ഇത്ര വെച്ചോ എന്ന് പറഞ്ഞിട്ട് കോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കറിയാം എന്റെ ചാനലിൽ ഞാൻ ഒരു പോയിന്റിൽ കുറച്ച് തന്നിരുന്നു. അത് നിങ്ങളുടെ തന്നെ കുറെ അധികം റിക്വസ്റ്റ് കാരണമാണ് 1-2 ദിവസം മാത്രം അങ്ങനെ ഷെയർ ചെയ്ത് അതിനുശേഷം നമ്മൾ അത് നിർത്തുകയുണ്ടായി. കാരണം നമ്മൾ മറ്റൊരാളുടെ കോളിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കുകയില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോങ് ടേമിൽ ഒരു സക്സസ്ഫുൾ ഇൻട്രാഡേ ട്രേഡർ ആകണം എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ബിഗിനേഴ്സ് ആയ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്വന്തമായ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ വേറൊരു കോൾ എടുക്കുന്നത് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇത് ചിന്തിച്ചിട്ടായിരിക്കും. അതൊന്ന് കേട്ട് നോക്കാം, അതിനെടുത്ത് അതിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് സ്വന്തമായ അനാലിസിസ് നടത്തിയിട്ടേ ട്രേഡിൽ എൻ്റർ ചെയ്യുള്ളൂ എന്നൊക്കെ നിങ്ങൾ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ അയാൾ പറയുന്ന എന്താണോ അത് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തമായ സ്റ്റഡീസ് പലപ്പോഴും നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര നാൾ മറ്റുള്ളവരുടെ കോഴ്സിൽ ഡിപ്പെൻഡന്റ് ആണോ അത്ര നാൾ നിങ്ങൾ നല്ലൊരു ഇൻട്രാഡേ ട്രേഡർ ആയിട്ട് സ്വയം ഡെവലപ്പായി വരില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ പേഴ്സണലി ഓവർ ദി ഇയേഴ്സ് കണ്ടിട്ടുള്ളതാണ്. ഞാനും തുടക്കത്തിൽ പലപ്പോഴും ഇതുപോലെ ടെലഗ്രാം ഗ്രൂപ്പ്സിൽ പലരും പറയുന്ന ടിപ്സ് എല്ലാം കേട്ടുകൊണ്ട് ട്രേഡ് എടുക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എപ്പോഴാണോ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് സ്വന്തമായി ട്രേഡ്സ് എടുക്കാൻ തുടങ്ങുന്നത് അവിടെ ചെറിയ നഷ്ടം വരികയാണെങ്കിൽ പോലും അവിടെ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര പേരാണ് ഇപ്പോൾ സ്വന്തമായി പഠിച്ചുകൊണ്ട് സ്വന്തമായി വാച്ച് ലിസ്റ്റ് ഉണ്ടാവുകയും സ്വന്തമായി ബ്രേക്ക് ഔട്ട് പോയിന്റ്സ് ഡിഫൈൻ ചെയ്യുകയും അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലും എനിക്കും അയച്ചു തരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ വലിയ സന്തോഷമുണ്ട്. അതുപോലെ സ്വന്തമായി പഠിച്ച് ചെയ്യുന്നവരെ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭാവിയിൽ നമ്മൾ എല്ലാവരെയും പ്രൗഡ് ആക്കുമെന്നും നല്ല ട്രേഡേഴ്സ് ആകുമെന്നും. അതുപോലെ തന്നെ എന്റെ ഇപ്പോഴത്തെ ടെലിഗ്രാം ചാനലിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരിക്കലും അതുപോലെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാറില്ല. ഞാൻ എന്റെ വാച്ച് ലിസ്റ്റിൽ എന്തൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് രാവിലെ ഷെയർ ചെയ്യാറുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് നോക്കാം. പ്രൈസ് പോയിന്റ്സ് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. പ്രൈസ് പോയിന്റ്സ് ഞാൻ അങ്ങനെ റിവീൽ ചെയ്യാറേ ഇല്ല. അതിനുശേഷം ഞാൻ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം ആ ഒരു ട്രേഡിൽ ഞാൻ എൻ്റർ ചെയ്തു എന്ന് പറയാറുണ്ട്. അത്ര മാത്രമാണ് ഞാൻ ചെയ്യാറ്. ഭാവിയിൽ വേണമെങ്കിൽ അതുപോലും നമുക്ക് നിർത്താൻ പറ്റുന്നതാണ്. നമുക്ക് എല്ലാവർക്കും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും പഠിച്ച് നന്നായി തന്നെ മുന്നേറാൻ ശ്രമിക്കാം. ഇവിടെ റിവേഴ്സ് സൈക്കോളജി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് മാർക്കറ്റിൽ കണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പല ടെലിഗ്രാം ഗ്രൂപ്പ്സും ചാനൽസും ആൾക്കാരും പെയ്ഡ്
പെയ്ഡ് കോൾസ് നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനങ്ങൾ തരുന്നു. അതിനുവേണ്ടി അവർക്ക് തിരിച്ച് മാസം 1000 രൂപ 2000 രൂപ 3000 രൂപ അവർ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ബിഗിനേഴ്സിന് എന്തായാലും പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളതുകൊണ്ട് അവർ കണ്ണും പൂട്ടി പൈസ കൊടുത്തിട്ട് ഈ പെയ്ഡ് കോൾസ് വാങ്ങുന്നു. എന്നാലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റ്സിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഇവരും നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ് നിങ്ങൾ കാണുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന മൈൻഡ് സെറ്റ് ആണ്, അല്ലാതെ ഇതിൽ സക്സസ്ഫുൾ ആകണം, ഇതിൽ വിജയിക്കണം, ലോങ് ടേമിൽ സ്വയം ഒരു നല്ല ട്രേഡർ ആകണം എന്നുള്ള മൈൻഡ് സെറ്റ് അല്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിടെയാണ് മാറ്റം വരേണ്ടത്. അപ്പോൾ പെയ്ഡ് കോൾസ് എന്നുള്ളതല്ല, ഫ്രീ കോൾസ് പോലും നിങ്ങൾ ഇനി മുതൽ എടുക്കാതിരിക്കുക. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് 4ാമത്തെ പോയിന്റ് കവർ ചെയ്തതിനു ശേഷം നമ്മൾ ഇനി അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5ാമത്തെ പോയിന്റിനെ പറ്റി സംസാരിക്കാം. ഇത് എത്രയോ ഞാൻ എക്സ്പെർട്ട് ആയിട്ടുള്ള കുറെ വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്കും ഇത് ഫീൽ ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള പ്രശ്നമാണെന്ന് മനസ്സിലായി. അത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഓവർ ദി ഇയേഴ്സ് ഇതിനെ നേരിടാനായിട്ട് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്ന് ഉണ്ടാകുന്ന പൈസയെ പറ്റി നമ്മൾ എക്സൈറ്റഡ് ആകാതിരിക്കുക. ഇതിനെപ്പറ്റി നമ്മൾ നമ്മുടെ മനസ്സിനെ കുറച്ചൊന്ന് മരവിപ്പിക്കുക, നമ്പാക്കുക എന്നുള്ളതാണ്. കാരണം ബിഗിനേഴ്സിന്റെ കേസിൽ എപ്പോഴും കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസമാണെങ്കിൽ പോലും ഒരു 500 രൂപയോ 1000 രൂപയോ അല്ല എന്തെങ്കിലും എമൗണ്ട് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അവർ ഓവർ എക്സൈറ്റഡ് ആകുന്നു. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമല്ലേ? അത് ടെലഗ്രാം ചാനലിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു ദിവസം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവർ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വളരെ വലിയ സന്തോഷത്തോടു കൂടി അത് എല്ലായിടത്തും ഷെയർ ചെയ്യുകയാണ്. അതിനെ പഠിക്കാൻ എന്നുള്ള പേർപ്പസിലേക്ക് ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ ഓവർ എക്സൈറ്റ്മെന്റോട് കൂടി ഞാൻ കിടലമാണ്, എനിക്ക് ഇന്ന് ഇത്ര പ്രോഫിറ്റ് കിട്ടി എന്ന സന്തോഷത്തോടു കൂടി നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന് തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾ പ്രോഫിറ്റിൽ നിങ്ങൾ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്, പ്രോഫിറ്റബിൾ ആകുമ്പോൾ നിങ്ങൾ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ അത്രമാത്രം ഇമോഷൻസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ലോസ് ഉണ്ടാകുമ്പോൾ അത് അടുത്ത ദിവസമാകാം, ഏതെങ്കിലും ദിവസമാകാം, നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് അതിലും ശക്തമായിട്ടുള്ള ഇമോഷൻസ് വരുന്നു. അത് വിഷമമാകാം, ദേഷ്യമാകാം, ഫ്രസ്ട്രേഷൻ ആകാം. അങ്ങനെ ഇൻട്രാഡേ ട്രേഡിങ്ങിനോട് തന്നെ നിങ്ങൾക്ക് ഒരു ദേഷ്യം വരാം. അപ്പോൾ ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ലോസ് ഉണ്ടാവുകയാണെങ്കിലും നിങ്ങൾ ഇമോഷൻസിനെ സീനിലേക്ക് കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ അതിനെ കംപ്ലീറ്റ്ലി മാറ്റി വെക്കുക. പ്രോഫിറ്റ് ഉണ്ടായാലും ഓക്കെ, ലോസ് ഉണ്ടായാലും ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എപ്പോഴും ക്ലിയർ ആയി വെക്കുക. ലോങ് ടേമിൽ ഇതിനെപ്പറ്റി പഠിക്കണം, ഇതിലൊരു മാസ്റ്റർ ആകണം. ലോങ് ടേമിൽ മാസം അവസാനം ആകുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ച അവസാനം ആകുമ്പോഴോ നിങ്ങൾ ഡിഫൈൻ ചെയ്ത ടാർഗറ്റ് നിങ്ങൾക്ക് എത്തിയോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സന്തോഷമോ വിഷമോ എന്താന്ന് വെച്ചാൽ ഫീൽ ചെയ്യാം. അല്ലാതെ ഡേ ടു ഡേ ബേസിസിൽ ഓരോ പ്രോഫിറ്റിനെയും ഓരോ ലോസിനെയും നിങ്ങൾ ഇമോഷണലൈസ് ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പല ബിഗിനേഴ്സും മാർക്കറ്റിലേക്ക് വന്ന് എക്സൈറ്റ്മെന്റോട് കൂടി വന്നിട്ട് പലപ്പോഴും ലോസ് ഉണ്ടായതിനു ശേഷം അവിടെ വിഷമം ഉണ്ടായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് വിട്ടുപോകുന്ന കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷനെ സീനിലേക്ക് കൊണ്ടുവരുന്നേ ഇല്ല എങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ അങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിൽ 1-2 വർഷം സർവൈവ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരു വളരെ നല്ല ഭാവി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 6ാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അത് മണി മാനേജ്മെന്റ് ആണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക, ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ മാത്തമാറ്റിക്കലി ട്രേഡിംഗിലൂടെ പ്രോഫിറ്റബിൾ ആയി ഇരിക്കാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്തമാറ്റിക്കലി നടക്കുമെങ്കിൽ എന്താണ് നമ്മളിവിടെ അത് ചെയ്യുന്നതിലൂടെ സ്റ്റോപ്പ് ചെയ്യുന്നത്? എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന, ഈവൻ ഞാൻ പോലും പലപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. എവിടെ നമ്മൾ ടാർഗറ്റ് വെക്കും, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും. റിസ്ക് ടു റിവാർഡ് റേഷ്യോ പ്രാക്ടിക്കലി വെക്കൽ ബുദ്ധിമുട്ടാണ്. തിയറിറ്റിക്കലി മാത്തമാറ്റിക്കലി പറയുമ്പോൾ വളരെ രസം, നന്നായി ചെയ്യാം, ചെയ്താൽ പ്രോഫിറ്റും കിട്ടും. എന്നാൽ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ പോകുമ്പോഴോ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നു. ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ ഒരു ട്രേഡിംഗ് സ്റ്റൈലും ട്രേഡിംഗ് ടെക്നിക്കും ഉണ്ടാകും. അപ്പോൾ എന്റെ ട്രേഡ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ പലരും ചോദിക്കുന്ന കാര്യമാണ്, എന്റെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ മോശമാണ്, 1:1 അല്ല, ചിലപ്പോൾ ടാർഗറ്റിനേക്കാളും വലുതായിരിക്കും എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അത് എന്റെ ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ടെക്നിക്കാണ്, അത് ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ വലിയ ശതമാനം വരെ അത് വർക്ക് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അത് വളരെ റിസ്കിയാണ്. ബിഗിനേഴ്സിന് ഒരിക്കലും ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഇവിടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് ടേമിൽ നിങ്ങൾ നിങ്ങളുടേതായ തന്നെ ട്രേഡിംഗ് സ്റ്റൈൽസും ടെക്നിക്കും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ എന്റെ സ്റ്റൈലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ക്വിക്ക് മൂവ്മെന്റ് ഉള്ള ഹൈ മൊമെന്റം ഉള്ള സ്റ്റോക്കുകളിലാണ് കയറാറ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഗോൾ ബേസ്ഡ് ടാർഗറ്റ്സ് ആണ് സെറ്റ് ചെയ്യാറുള്ളത്. എനിക്കൊരു 0.3 to 0.75% പ്രോഫിറ്റ് കിട്ടിയാൽ ഞാൻ അപ്പോൾ തന്നെ അതിനെ ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ ഒരു ട്രേഡിംഗ് ടെക്നിക്കാണ്. ഇതുപോലെ തന്നെ നിങ്ങളും ഓവർ ദി ഇയേഴ്സ് നിങ്ങളുടേതായ സ്റ്റൈൽസും ടെക്നിക്സും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് പല ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാം. പിവറ്റ് പോയിന്റ്സും ഫിബൊനാച്ചി റിട്രേസ്മെന്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് പോയിന്റ്സും വെക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ തന്നെ അലോങ് ദ ജേർണി അത് സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ളത്. 7ാമത്തെയും അവസാനത്തെയും പോയിന്റ് പറയുന്നത്
പേഷ്യൻസ് ആൻഡ് പ്രാക്ടീസ് എന്നുള്ളതാണ്. ഇവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു അനക്ഡോട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, കഴിഞ്ഞ ദിവസം ടെലഗ്രാമിൽ എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്തു. ഞാൻ 2-3 ദിവസമായി ട്രേഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് അയച്ചു തന്നു. 400 രൂപ 500 രൂപയുടെ നഷ്ടങ്ങൾ അയാൾക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്, കംപ്ലീറ്റ് റെസ്പെക്ട് ഉണ്ട്. പക്ഷേ ഇതിനെ ഒന്ന് ജനറൽ പെർസ്പെക്ടീവിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മേഖലയിലേക്ക്, അത് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല, ജീവിതത്തിലെ എന്ത് കാര്യവും ആയിക്കോട്ടെ, നിങ്ങളൊരു മേഖലയിലേക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട്, അത് പഠിക്കാനായിട്ട്, അതിന് വിജയിക്കാനായിട്ട് നിങ്ങൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു. വളരെ നല്ല എക്സൈറ്റ്മെന്റോടുകൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അവിടെ നിങ്ങൾ പഠിച്ച് കുറച്ച് ദിവസം ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഫെയിലിയർ പ്രഖ്യാപിക്കുന്നത്, ഞാൻ ഇത് ചെയ്യുന്നില്ല, ഞാനത് വിട്ടുപോവുകയാണ് എന്ന് പറയുന്നത്, അത് ഒരിക്കലും ഒരു വിന്നിംഗ് മൈൻഡ് സെറ്റ് അല്ല. നിങ്ങൾക്ക് ഇതിൽ ശക്തമായി വിജയിക്കണം, ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇതിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഇത് വന്നത് എങ്കിൽ ഒരു 3 ദിവസം 5 ദിവസം 1 മാസം 2 മാസം എന്ന് പറയുന്നതൊന്നും ഒരിക്കലും ഒരു ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ടൈം ഫ്രെയിമേ അല്ല. നിങ്ങൾ കുറെ കൂടി സമയം കൊടുക്കേണ്ടതുണ്ട്, നിങ്ങൾ കുറെ കൂടെ പേഷ്യന്റ് ആകേണ്ടതുണ്ട്. എനിക്കറിയാം ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പൈസ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് വേറെ എത്രയോ മാർഗ്ഗങ്ങളുണ്ട്, നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എത്രയോ മാർഗ്ഗങ്ങളുണ്ട്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ ഇത് വിട്ടു പോകലല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ടിപ്പിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആയിട്ടുള്ള എമൗണ്ടുമായിട്ട് മാർക്കറ്റിലേക്ക് വാ. അവിടെ നിങ്ങൾക്ക് ഡെയിലി ഇത്ര രൂപ നഷ്ടമാവുന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഇനി അതല്ല എങ്കിൽ വളരെ ചെറിയ ക്യാപിറ്റലിൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾ എത്ര പേരാണ് 500 രൂപക്കും 1000 രൂപക്കും ട്രേഡ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ കോൺഫിഡന്റ് ആകുന്ന വരെ ചെറിയ ക്യാപിറ്റലിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ പല സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ പറ്റും. അതിനുശേഷം പ്രോബബ്ലി 6 മാസം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ കോൺഫിഡന്റ് ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ട് ആദ്യത്തെ ഒരു ദിവസം കൊണ്ടോ ആദ്യത്തെ ഒരു ആഴ്ച കൊണ്ടോ ആദ്യത്തെ ഒരു മാസം കൊണ്ടോ ക്വിക്ക് മണി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടൂളേ അല്ല. ഇവിടെ പേഷ്യൻസും പ്രാക്ടീസും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ പലരും പല ജോബ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടാകും. നിങ്ങളൊരു എഞ്ചിനീയർ ആകാം, നിങ്ങളൊരു ഡോക്ടർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാകും. ഈ ഒരു ജോലി ചെയ്യാനായിട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെങ്കിലും, അത് 50,000 രൂപയാകാം, 1 ലക്ഷം രൂപയാകാം, എത്ര സാലറിയാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിലും അത് കിട്ടാനായിട്ട്, ആ സാലറി കിട്ടാനായിട്ട് നിങ്ങൾ എത്ര വർഷം പഠിച്ചു? നിങ്ങൾ LKG മുതൽ ഫുൾ സ്കൂളിംഗ് പഠിച്ചു, അതിലൂടെ എത്ര അധികം എക്സാംസ് നിങ്ങൾ കൊടുത്തു, അതിനുശേഷം നിങ്ങൾ കോളേജിൽ പോയി, പോസ്റ്റ് ഗ്രാജുവേഷനിൽ പോയി, അതിനുശേഷം നിങ്ങൾ പല എൻട്രൻസുകൾ എഴുതി, ജോബ് കിട്ടാനായിട്ടുള്ള ടെസ്റ്റുകൾ എഴുതി, അങ്ങനെ എത്രയോ വർക്ക് ചെയ്ത് ബുദ്ധിമുട്ടി പണി പെട്ടിട്ടാണ് നിങ്ങൾക്ക് ആ ജോബ് കിട്ടിയിട്ട് എത്രയാണെങ്കിലും ആ എമൗണ്ട് നിന്ന് കിട്ടുന്നത്. എന്നാൽ ഇൻട്രാഡേയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും യൂട്യൂബിൽ ഒരു 5 വീഡിയോ കാണും, 1-2 ആർട്ടിക്കിൾ എവിടെയെങ്കിലും വായിക്കും, ഏതെങ്കിലും ഒരു ബ്രോക്കറിന്റെ അടുത്ത് ഒരു അക്കൗണ്ട് തുടങ്ങും, അതിനുശേഷം മാർക്കറ്റിലേക്ക് വന്നിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ എല്ലാവർക്കും കുറെ പൈസ വേണം. ഇവിടെ എന്ത് പേഷ്യൻസ്, എന്ത് പ്രാക്ടീസ്, എന്ത് നോളജിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, എല്ലാവർക്കും ക്വിക്ക് മണി വേണം. ഇതൊരു അനീതിയായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പൊ ഇവിടെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതും എംഫസൈസ് ചെയ്യേണ്ടതും, പെട്ടെന്ന് മണി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഫോക്കസ് പഠിക്കലിലായിരിക്കണം. ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളുടെ ക്യാപിറ്റൽ റിസ്ക് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ക്യാപിറ്റൽ വെക്കാതെ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ മുന്നിലേക്ക് പോകുക. അപ്പോൾ ഈ 7 ട്രേഡിങ്ങിലൂടെ ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടാകും ലോങ് ടേമിൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാം എന്നുള്ളത്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി അത് ശക്തമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഒരു വിന്നിംഗ് മൈൻഡ് സെറ്റ് ആണ്. അതായത് ലോങ് ടേമിൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണം, നല്ലൊരു ട്രേഡർ നിങ്ങൾക്കാകണം, അതിലൂടെ നല്ല എമൗണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഈ ഒരു ക്രാഫ്റ്റിനെ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യണം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കണം, നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് നീഡ്സ് എല്ലാം പെട്ടെന്ന് തന്നെ നടത്തണം, ഓവർനൈറ്റ് സക്സസ് ആകണം എന്നുള്ള ചിന്ത നിങ്ങൾ മറന്നു കളയുക. അങ്ങനെ നിങ്ങൾ അതിശക്തമായി മുന്നിലേക്ക് പോകുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ ബെനിഫിഷ്യൽ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് ചോദിക്കുക. എല്ലാത്തിനും ആൻസർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എപ്പോഴത്തെ പോലെയും കൂടുതൽ ആൾക്കാരെ പഠിക്കാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. അവരിലേക്ക് വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന പുതിയൊരു സെഷനിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. എന്നെ പോലെ തന്നെ നിങ്ങളും എല്ലാവരും എക്സൈറ്റഡ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.